അനുഭൂതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാവും വേണം, അതിനുള്ളത് വേണം, അതിനുള്ള കാര്യങ്ങളും വേണം. അപ്പൊ ഇത് രണ്ടും കൂടി ഒരേപോലെ തരുന്നതാണ് ദേവി ഭാഗവതം. അതാണ് ദേവി ഭാഗവതത്തിന്റെ മഹത്വം. അപ്പൊ ആ ദേവി ഭാഗവതത്തിന്റെ മഹത്വം തന്നെയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞത്. പിന്നെ ഈ ദേവി ഭാഗവതം, ഇത്രയും മഹത്തായിട്ടുള്ള ദേവി ഭാഗവതം, അത് വസുദേവര് പണ്ട് അത് ഉപദേശിച്ച് അതിങ്ങനെ അനുസന്ധാനം ചെയ്തിട്ടാണ് അതങ്ങോട്ട് നവാഹമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പാരായണം ചെയ്ത് അനുസ്മരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് കൃഷ്ണനെ കിട്ടിയത്. എപ്പോ കൃഷ്ണൻ രുക്മിണി ദേവിയൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് ദ്വാരകയില് സത്രാജിത്ത് എന്നൊരു ആൾക്ക് സെമന്തകം രത്നം കിട്ടി. അതിൻ്റെ പേരുമായിട്ട് കൃഷ്ണന് കുറച്ച് ചീത്തപ്പേര് വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി സെമന്തരത്നം അന്വേഷിക്കാൻ പോയപ്പോൾ ജാമ്പവാന്റെ ഗുഹയിൽ പോയിട്ട്, അപ്പോൾ കൂട്ടുകാർ 10-12 ആൾ കുറേ ആൾ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുഹയുടെ മുഖത്ത് എത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അവരോടൊന്നും ഉള്ളിലേക്ക് വരാൻ പാടില്ല, ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടാലും വേണ്ടില്ല, നിങ്ങൾ ആരും വരരുത്. അങ്ങനെ ഉള്ളിൽ പോയി ഇത്ര ഭഗവാൻ ഗുഹയുടെ ഉള്ളിൽ. അപ്പം ജാമ്പവാൻ താമസിക്കുന്ന ഗുഹയെ ആ ഗുഹയിൽ വെച്ചിട്ട്, അപ്പം ജാമ്പവാൻ പ്രായമാളാ, ജാമ്പവാന്റെ മകളുണ്ട് ജാമ്പവതി. അവിടെ ശ്രീരാമചന്ദ്രനെ വിവാഹം കഴിക്കണമെന്ന് അന്ന് മോഹിച്ചപ്പോൾ ഞാൻ ഏകപത്നി വ്രതം തരണ, കാത്തിരുന്നാൽ കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് അന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക അവിടെ. അപ്പോൾ കൃഷ്ണൻ ഉള്ളിരിക്കേണ്ടി വന്നപ്പോൾ ആരാ അതിക്രമിച്ച് തൻ്റെ ഗുഹയിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് കൂട്ടുത്തൂത്ത രാമ എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിയ കൊടുത്തു. അപ്പം ഭക്തിയോടുകൂടി എന്ത് കിട്ടിയാലും സ്വീകരിക്കും ഭഗവാനെ. അപ്പം ഇടിപുഷ്പാഞ്ജലിയായിട്ട് അതൊക്കെ അങ്ങനെ സ്വീകരിച്ചു എന്നാണ്. അതങ്ങനെ എന്തൊന്നുമില്ലാത്ത ഭക്തിയോട് കൂടിയിട്ടാണ് ജാമ്പവാൻ തരണത്. അപ്പം അതൊക്കെ സ്വീകരിച്ചു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഈ പുഷ്പാഞ്ജലി അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അപ്പം യുദ്ധം കൊടുത്തു എന്നാണ്. അപ്പം അങ്ങനെ പരസ്പരം ദ്വന്ദ്വ യുദ്ധമായി. അതിനും കാരണമുണ്ട്. ഇങ്ങനെ ദേവി ഭാഗവതം മുഴുവട്ടോ എന്ത് പറഞ്ഞാലും അതിന് കാരണം പറയണതാ ദേവി ഭാഗവതം. ഇവിടെ ജാമ്പവാൻ പണ്ട് രാമനും രാവണനും കൂടി യുദ്ധം ചെയ്യണ സമയത്ത് ഹേയ് രാവണ നടക്കൊന്നും സാധ്യമല്ല, ആ രാവനായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ വേണമായിരുന്നു ഒന്നും മോഹിച്ചു അത്ര ഉള്ളിൽ. ആ യുദ്ധത്തിന്റെ പാടവം അങ്ങനെ കണ്ടപ്പോളേ, രാമന്റെ യുദ്ധപാടവം കണ്ടപ്പോൾ രാവണ നടക്കൊന്നും വയ്യാന്ന്, അപ്പം എന്നാൽ അതിന് ഞാൻ കാണിച്ചു തരാം എന്ന് അന്ന് രാമൻ ഉള്ളിൽ ഉറപ്പിച്ചു അത്രേ. അങ്ങനെയാണ് ജാമ്പവാൻ ആ യുദ്ധക്കൊതി ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ, തൻ്റെ യുദ്ധപാടവം അതും കൂടിയാ കാണിച്ചു കൊടുക്കണം ഈ ഗുഹയിൽ ഇരുന്നിട്ട്. അങ്ങനെ കാണിച്ചു കൊടുത്ത് ദിവസം 12 ഇത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ അതെ കൃഷ്ണനെ അയാൾക്ക് എന്തും പറ്റുന്ന ആളാ, ഉള്ളിൽ നിന്ന് എന്തൊക്കെ കിടപെടോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാവും, എല്ലാ സുരന്മാരും ഉണ്ടാവും, നമുക്കിവിടെ കാത്തിരുന്നിട്ടേ പോയിട്ട് പെട്ടു, നമുക്ക് പോവാന്ന് പറഞ്ഞു. ചിലവർ അതിൻ്റെ ഇടയിലുണ്ടതിൽ കൃഷ്ണനൊക്കെ അവിടെ യുദ്ധത്തിൽ മരിച്ചു എന്നും കൂടി പാട്ടാക്കി ഇത്ര. അങ്ങനെ 28 ദിവസം യുദ്ധം ചെയ്തു. ഇവിടെ അതിലെ 20ാമത്തെ ദിവസം യുദ്ധം ചെയ്യുമ്പോഴേക്കും എന്തായി, ഈ 12 ദിവസം ഇരുന്നിട്ട് പാട്ടാക്കി കൃഷ്ണനൊക്കെ മരിച്ചു. അങ്ങനെ ചിലവർ ദ്വാരകയിൽ അതൊക്കെ പറഞ്ഞപ്പോഴേക്കും വസുദേവർക്കൊക്കെ സങ്കടം വന്നു, ദേവകിയൊക്കെ. എന്നിട്ട് അവർ വല്ലാണ്ട് സങ്കടം വന്നിട്ടിരിക്കുമ്പോഴാണ് നാരദൻ വരണത്. നാരദൻ വന്നപ്പോൾ നാരദനോട് ചോദിച്ചു, സംഗതി ഇതൊക്കെയാണ്, എന്താ ചെയ്യേണ്ടത്, കൃഷ്ണനെ കാണാനില്ല, കൃഷ്ണൻ ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, കൃഷ്ണൻ ഇല്ലെങ്കിൽ എനിക്ക് ഇനി ജീവിതമേ വേണ്ട, എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കി തരൂ നാരദ എന്ന് വസുദേവർ പറഞ്ഞപ്പോൾ വസുദേവർ ഓർമ്മിപ്പിച്ചു. അല്ല നാരദ ഓർമ്മിപ്പിച്ചു, അങ്ങ് പണ്ട് ഇത് കേട്ടിട്ടില്ലേ, ഗർഗാചാര്യൻ അങ്ങേക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോളാ വസുദേവര് കണ്ണു തുറന്നു നോക്കണേ, ഉവ്വട്ടുവോ എപ്പോഴാ 6 കുട്ടികളെ കംസൻ കൊന്ന സമയത്ത് ദേവിക്ക് വല്ലാണ്ട മനസ്സിന് വിഷമിച്ചപ്പോൾ ഗർഗാചാര്യരോട് വസുദേവർ പോയി ചോദിച്ചു അത്രേ, എന്താ ചെയ്യണ്ടത്. അപ്പോൾ ഗർഗാചാര്യർ പറഞ്ഞു, ദേവി ഭാഗവതം വായിച്ചാൽ മതി 9 ദിവസം. അങ്ങനെ അത് ഓർമ്മ വന്നു. അന്ന് ദേവി ഭാഗവതം വായിച്ചിട്ടാ ദേവകിക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടിയത്. അത് ഓർമ്മ വന്നപ്പോൾ എന്നാ നാരദ മഹർഷി അങ്ങനെ വായിച്ചു തരൂ, അത് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടു എന്നാണ്. ഇങ്ങനെ കൃഷ്ണൻ 20ാമത്തെ ദിവസം ജാമ്പവാനോട് യുദ്ധം ചെയ്യണ സമയത്ത് ഇവിടെ തുടങ്ങി ദേവി ഭാഗവതം വായിക്കാൻ. അങ്ങനെ 9 ദിവസം വായിച്ചപ്പോഴേക്കും എന്തായി, അവിടെ 28ാമത്തെ യുദ്ധം കഴിഞ്ഞ് അവിടെ ജാമ്പവാനൊക്കെ അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവിടുന്ന് ജാമ്പവതി വിവാഹം കഴിച്ചും കൊണ്ട് പത്നി സമേതനായിട്ട് 2ാമത്തെ വിവാഹമാണ് ഭഗവാന്റെ. ജാമ്പവതി വിവാഹം കഴിച്ചും കൊണ്ട് ഇതാ ഈ നവാഹമൊക്കെ കഴിഞ്ഞ് വസുദേവര് ബ്രാഹ്മണർക്കൊക്കെ അവരെയൊക്കെ കാല് കഴിച്ചു കൂട്ടി അവർക്കൊക്കെ കേമായിട്ട് ദാനമൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജാമ്പവതിയും കൃഷ്ണനും കൂടി ഇങ്ങോട്ട് കയറി വരുന്നത് എന്നാണ്. അതാണ് അടുത്ത അധ്യായത്തിൽ, 2ാമത്തെ അധ്യായത്തിൽ അതൊക്കെയാണ് വർണ്ണിക്കുന്നത്. 3ാമത്തെ അധ്യായത്തിൽ വേറെ ഒന്നും കൂടി കഥ. ഇതാണ് ദേവി ഭാഗവതത്തിൻ്റെ മഹത്വ. ദേവി ഭാഗവതത്തിൻ്റെ വൈഭവം കൊണ്ടാണ്
ഭഗവാൻ 28 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തിയത് യുദ്ധം എന്നർത്ഥം. ആ കൃഷ്ണനെ കിട്ടാൻ വേറെ ഒന്നും വേണ്ട, ദേവി ഭാഗവതം വായിച്ചാൽ മതി. ഞാൻ കൃഷ്ണന്റെ ഒക്കെ കഥകളുടെ വൈഭവമൊക്കെ പറയുന്നുണ്ട് ദേവി ഭാഗവതത്തിൽ. അപ്പൊ നമുക്ക് ആ ദേവി ഭാഗവതത്തിന്റെ വൈഭവം പിന്നൊരു കഥയിൽ പറയണത്, വൈവസ്വത മനുവിന്റെ ഒരു സന്തതി അത് കുറച്ചു കാലം ഒരു മാസം സ്ത്രീ ആയിട്ടും ഒരു മാസം പുരുഷനായിട്ടും ജീവിക്കേണ്ട ഒരു കഥ. അങ്ങനെ ഒരു ഗതികേട് വന്നു. അതിൻ്റെ കഥയൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയണ്ട. അതാണ് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ അനവധി കാലം അദ്ദേഹം അങ്ങനെ ഒരു മാസം പുരുഷനായിട്ടും ഒരു മാസം സ്ത്രീ ആയിട്ടും ജീവിച്ചു. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ അത്ഭുതമൊന്നുമല്ല, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ നടപ്പുണ്ട് അതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചു കാലം മുമ്പ് അതൊക്കെ നടക്കാത്ത കാര്യമാണ്, ഭാഗവതത്തിലൊക്കെ വെറുതെ പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം എന്താ ആൾക്കാരൊന്നും പറയാറില്ല. ഇപ്പൊക്കെ അങ്ങനെ ധാരാളം ഉണ്ടേ. അഞ്ഞ് സ്ത്രീ ആയിട്ടാണ്, കുറേ കാലം സ്ത്രീ ആയിട്ടാണ്, അഞ്ഞ് പുരുഷനായിട്ടാണ് ജീവിതം. ഇങ്ങനെയൊക്കെ സംവിധാനം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അതാണ്ട ആ ഭാഗവതം പറയണത്. ഇത് ഇന്നല്ല, ഓരോരോ കാലത്തും ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഇത് കാലഘടനയെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ഇങ്ങനെ പലതും അനവധി അത്ഭുതങ്ങളായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനാണ് ദേവി ഭാഗവതമൊക്കെ നമ്മളെ പഠിപ്പിക്കണത്. അങ്ങനെ ഈ ആണും പെണ്ണുമായിട്ട് ജീവിച്ച സുദ്യുമ്നൻ, ആണായിട്ട് ജീവിക്കുന്ന സമയത്ത് പേര് സുദ്യുമ്നൻ, സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അയാൾക്ക് ഇള എന്നാ പേര്. അങ്ങനെ അയാൾ കുറേ കാലം അങ്ങനെ ജീവിച്ചു. അവസാനം മടുത്ത പ്രജകൾക്കും കൂടി അദ്ദേഹത്തിനോടൊരു വെറുപ്പ് വന്നു. അപ്പോൾ അദ്ദേഹം ഒക്കെ ഉപേക്ഷിച്ച് മനസ്സിന് സമാധാനം ഉണ്ടാവാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഋഷിവര്യം പറഞ്ഞു കൊടുത്തു, ദേവി ഭാഗവതം വായിച്ചാൽ മതി. അങ്ങനെ ദേവി ഭാഗവതം വായിച്ച് അദ്ദേഹത്തിന് ദേവിയുടെ പ്രത്യക്ഷ ദർശനം കിട്ടിയെന്നും അങ്ങനെ അദ്ദേഹം മുക്തിപഥത്തിൽ എത്തിയെന്നാണ് ആ ദേവി ഭാഗവതത്തിൻ്റെ വൈഭവം. ആ സുദ്യുമ്നനെ മുക്തിയിലേക്ക് എത്തിച്ചതിനും കാരണം ദേവി ഭാഗവതമാണ്. അപ്പോൾ ആ ദേവി ഭാഗവതത്തിൻ്റെ പിന്നത്തെ അധ്യായത്തിൽ വേറൊരു കഥയും കൂടി സൂചിപ്പിക്കണം. ഋതവാക് എന്നൊരു മഹർഷി രേവതിയെ ശപിച്ചു. അത് കഥ ഇങ്ങനെ പറഞ്ഞു ആ കഥ മനസ്സിലാവണമെങ്കിൽ കുറച്ച് അനവധി വിസ്തരിച്ചിട്ടാണ് പറയണം. രേവതിയെ ശപിച്ചു. രേവതി നക്ഷത്രം താഴ്ത്തു വീണു, കുമുദ പർവ്വതത്തിൻ്റെ ചോട്ടിൽ വീണു. ആ കുമുദ പർവ്വതത്തിൻ്റെ ചോട്ടിൽ വീണപ്പോൾ അവിടെ പ്രമുച്ചൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കാണിച്ചല്ല ഈ രേവതിയിൽ നിന്നുള്ളൊരു തേജസ് അവിടെ ഒരു സ്ത്രീ രൂപമായിട്ട് അവിടെ വന്നു. അപ്പം അദ്ദേഹം ആ പെൺകുട്ടിക്ക് രേവതി എന്ന് പേരിട്ടു. ആ രേവതി എന്ന് പേരിട്ടിട്ട് ആ പെൺകുട്ടി വളർന്നപ്പോൾ ദുർദമനെ വിവാഹം കഴിച്ചു. ഇതൊക്കെ വിസ്തരിച്ചോട്ടാ പറയണോ, ഞാൻ ചുരുക്കി വേഗം പറയാന്ന് മാത്രം. അപ്പം ഈ രേവതി നക്ഷത്രം താഴ്ത്തു വീണിട്ട് ആ ജ്യോതിസ് ഉണ്ടായിട്ടുള്ളൊരു കന്യക, അത് രേവതി തന്നെ പേരിട്ടു പ്രമുജ മഹർഷി. അദ്ദേഹം ആ കുട്ടിയെ വളർത്തി യുവതിയായപ്പോൾ ദുർദമൻ എന്നൊരു രാജാവിനെ വിവാഹം കഴിച്ചു. അവര് നല്ലൊരു കുട്ടി, ഞങ്ങൾക്ക് മനു ആവാൻ പാകത്തിന് അത്ര കേമനായിട്ടുള്ളൊരു പുത്രൻ ജനിക്കണമെന്ന് ഒരു മഹർഷിയോട് പറഞ്ഞു. അപ്പോൾ അത് സാധിക്കും, നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് ദേവി ഭാഗവതം വായിച്ചു തരും, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലോമശൻ എന്നൊരു മഹർഷി വന്നിട്ട് ഈ ദുർദമനും ദുർദമ ദേവതി ദമ്പതികൾക്ക് ഈ കഥ പറഞ്ഞ് ദേവി ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് 9 ദിവസം കൊണ്ട് ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് രൈവതൻ എന്നും മന്വന്തരാധിപതിയായത്, 5ാമത്തെ മന്നു. ഈ മന്വന്തര ഈ ബ്രഹ്മാവിൻ്റെ ഈ പകലിൽ മന്വന്തരങ്ങളിൽ 5ാമത്തെ മന്വന്തരം. നമ്മളിപ്പോൾ 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ മന്വന്തരത്തിൽ മന്വന്തരാധിപതിയായത് ഈ രൈവതനാണ്. ഈ ദുർദമൻ്റെയും രേവതിയുടെയും പുത്രനാണെന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ആ പുത്രനെ കിട്ടിയത്, മന്വന്തരാധിപതിയായിട്ടുള്ള പുത്രനെ കിട്ടിയത് ദേവി ഭാഗവതം വായിക്കൊണ്ടാണ്. അപ്പോൾ ആ ദേവി ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് കിട്ടണത് എന്തൊക്കെ? മുക്തി വേണമെങ്കിൽ മുക്തി കിട്ടും. അതല്ല കൃഷ്ണനെ കിട്ടണോ, കൃഷ്ണനെ കിട്ടും. നമ്മുടെ കൊള്ളരുതായത് തീരണോ, അതാണ്. സ്ത്രീയായിട്ടും പുമാനായിട്ട് നമ്മുടെ നപുംസകമായിട്ടുള്ള നമ്മുടെ ജീവിതം മാറണോ, ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കണോ, അപ്പൊ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള കൃഷ്ണനെ കിട്ടണോ, അത് നമ്മുടെ ജീവിതം ഒന്ന് നേരെയാവണോ. പിന്നത്തെ കഥ ഏതാ? കന്യകയെ കിട്ടണോ. അപ്പൊ നോക്കൂ, ഈ കഥകൾ, ആ 3 കഥകൾ ഇതിൽ നിരത്തിയിട്ട് നോക്കൂ സ്കാന്ദപുരാണത്തില്. അപ്പൊ ഇതിനൊക്കെ ദേവി ഭാഗവതം. നിങ്ങൾക്ക് എന്തു വേണോ
അത് ദേവിയുടെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അത് പിടിക്കാറാവണമെങ്കിലാണ് ഈ കഥാനുസന്ധാനം. അതിന് ദേവി എന്നെ നമുക്ക് അനുഗ്രഹം തന്നു. ഇനി അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമ. നാളെ രാവിലെ 6:17 5:47 ഇപ്പം നാളെ ആദ്യത്തെ ദിവസമല്ലേ, ചിലപ്പോൾ 10-15 20 മിനിറ്റൊക്കെ ചിലപ്പോൾ വൈകുകയോ എന്തെങ്കിലുമൊക്കെ ആയിന്ന് വരാം. ആദ്യ ദിവസം എങ്ങനെയായാലും അങ്ങനെയാണ്. ഈ പറയുമ്പോൾ അതൊന്നും ചിലപ്പോൾ നടക്കാറില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം മുതലൊക്കെ കൃത്യമായിട്ട് തന്നെ, ആദ്യത്തെ ദിവസം തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ എന്തിനും. അപ്പോൾ അത് സാധനം കിട്ടിയില്ല, അപ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അപ്പോൾ ചിലരോട് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി സംഘടിപ്പിച്ചിട്ട് ഒരു ചിട്ട വരണമെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. എന്നാലും നമ്മുടെ തീരുമാനം എന്താണ്? 5:47 ലളിതാ സഹസ്രനാമം വായിച്ച് തുടങ്ങണം. അത് കഴിഞ്ഞ് ആ ദീപാരാധനയെ കുറിച്ച് ധ്യാന ശ്ലോകങ്ങളും അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് 6:17 ആകുമ്പോൾ സൂര്യഭഗവാൻ അങ്ങനെ പൊന്തി വരും. അപ്പോൾ ആ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ സകല ഊർജത്തിൻ്റെ അടിസ്ഥാനം സൂര്യഭഗവാനാണ്. അപ്പം സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ദേവിയുടെ തൃപ്പാദം പിടിക്കാൻ എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പാരായണം ആരംഭിക്കുക. പറ്റണത് അത്രയൊക്കെ നമുക്ക് അനുസ്മരിക്കുക. മലയാളത്തിൽ ശരിക്കും ആ പാരായണമാണ് ഏറ്റവും പ്രാധാന്യം. ആ പാരായണം ശുദ്ധമായിട്ട് അദ്ദേഹം കൂടുതൽ പാരായണം ചെയ്യും. ഞാൻ ഇടയ്ക്ക് കുറേ ഓരോന്ന് പറയലും പാരായണം കുറേശ്ശെ ഞാനും ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പാരായണം ചെയ്ത് നാളെ 3-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം കൂടി നാളെ പാരായണം ചെയ്യേണ്ടതാണ്. അവിടെ വരെ എത്തിക്കട്ടെ ദേവി. അതൊക്കെ പറ്റണ പോലെ അനുസ്മരിക്കുക. ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണ സമർപ്പണം ആ ദേവിയുടെ തൃപ്പാദങ്ങളെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മൂക്കോല ഭഗവതിയുടെ തൃപ്പാദങ്ങളെ പിടിച്ച പോലെ, മൂക്കോല ഭഗവതി തന്നെയാണ് അവിടെയും. എല്ലാ ഭഗവതിയും ഒന്നാണ്. നമുക്ക് ആരാധിക്കാൻ പല പേര് പറയണമെന്ന് മാത്രം. പല സ്ഥലങ്ങളിലും 108 ദേവീക്ഷേത്രങ്ങൾ, അതിനൊക്കെ കഥകളൊക്കെ ദേവീഭാഗത്തിൽ വർണ്ണിക്കണം. എന്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടായി? അതിൻ്റെയൊക്കെ എത്ര വിസ്തരിച്ചിട്ടുള്ള ഓരോ കഥകളെന്നറിയും. അതൊക്കെ നമ്മൾ കേട്ട് അതൊക്കെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ ദേവിയുടെ പാദം അങ്ങോട്ട് പിടിക്കാൻ നമുക്ക് തോന്നും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അമ്മേ എന്നങ്ങോട്ട് വിളിക്കാൻ തോന്നും. അങ്ങനെ വിളിക്കാൻ തോന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ് നവാഹങ്ങൾ നടത്തുന്നത്. നമുക്ക് അത് മാത്രമേ വേണ്ടൂ. ആ ദേവിയെ വിളിക്കുകയേ വേണ്ടൂ. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ഇനി അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. മറ്റുള്ള ജീവികൾക്കൊക്കെ പല ധർമ്മങ്ങളുണ്ട്. പയ്യീച്ച, പൂച്ച, പുലി, വണ്ട, എലി, ഞണ്ട്, പച്ചപ്പയ്യാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവികൾക്കൊക്കെ ഓരോന്നിനും പ്രകൃതിയിൽ ഓരോ ധർമ്മമുണ്ട്. മനുഷ്യന് ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ, ഈശ്വര ആരാധന. മോക്ഷദ്വാരം അപാവൃതം എന്നാണ് മനുഷ്യജന്മത്തെ കുറിച്ച് പറയുക. മോക്ഷത്തിലേക്ക് അങ്ങോട്ട് കിടക്കാനുള്ള വഴി അവസാനത്തെ ഡോറ മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ആ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ സദാസേവ്യ ഭഗവാനെ ആരാധിക്കുകയാണ്. സദാസമയം ഭഗവാനെ ആരാധിക്കേണ്ടവരാ. ബാക്കിയൊക്കെ ഈശ്വരൻ നോക്കിക്കോളും. അപ്പൊ ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ദേവിയുടെ തൃപ്പാദങ്ങളെ ഇങ്ങോട്ട് മുറുകെ പിടിക്കാൻ നമ്മളെ എല്ലാ സമയത്തും ചെയ്യണ്ടോ. നമ്മുടെ കാര്യമൊക്കെ ഭഗവതി നോക്കിക്കോളും. അറിയില്ല എങ്ങനെ നോക്കുക. ഓഫീസിൽ പോകണ്ട, അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആ സാരില്ല ലീവ് വേണ്ടാന്ന് വെച്ചോളൂ. അത്ര ദൃഢത നമുക്കുണ്ടാവണം. നമ്മുടെ മനസ്സിൻ്റെ ലേശ സംശയം തോന്നി തുടങ്ങിയാൽ അപ്പം അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടും. ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിൽ എന്ന് പറഞ്ഞിട്ടുള്ള നാരായണീയത്തിൽ. കണ്ണടച്ചിട്ട് നിങ്ങൾ ദേവിയുടെ പ്രതിപാദത്തിലേക്ക് ഓടിക്കോളും. ദേവി എവിടെയും വീഴ്ത്തില്ല. മതിലൊക്കെ തുളച്ച് ഉള്ളിൽ കൂടെ പൊക്കോളും. വെള്ളമാണെങ്കിലോ ആ വെള്ളത്തിന് മുകളിൽ കൂടെ പൊക്കോളും. ശങ്കരാചാര്യ സ്വാമികൾ വിളിച്ചപ്പോൾ ശിഷ്യൻ ഇങ്ങോട്ട് ഓടി വന്നു. പത്മപാദര് കാലിമ്പിലൊക്കെ താമരയോട് വന്നു. പോടാക്കരത്തുള്ള സമയത്താണ് വിളിച്ചത്. അപ്പം താമര ആ വിളിയാണ് കേട്ടപ്പോൾ എൻ്റെ ഗുരുനാഥനെ വിളിക്കണം. വേറെ ഒന്നും നോക്കിയില്ല. കുത്തി ഒഴുകുന്ന പുഴയാണോ ഒന്നും നോക്കിയില്ല. അങ്ങോട്ട് നടന്നു. അപ്പോൾ താഴ്ത്തു പോകാണ്ടിരിക്കാൻ ഓരോ താമര അവിടെയാണ് വന്നു എന്നാ. അങ്ങനെ പത്മപാദര തൃശ്ശൂർ തെക്കേ മഠം എന്ന് പറയുന്ന മഠം സ്ഥാപിച്ചത് പത്മപാദര. 4 മഠമുണ്ട് അവിടെ, 4 ശിഷ്യന്മാർ സ്ഥാപിച്ചത്. അങ്ങനെ എത്ര ചരിത്രങ്ങൾ. ആ ദേവിയുടെ തൃപ്പാദങ്ങളുടെ ഉപാസന, തൃപ്പാദോപാസനയുടെ വൈഭവം അത് ചില്ലറയല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നാളെ മുതലുള്ള 9 ദിവസം നമുക്ക് മുഴുവൻ സമയവും ആ ദേവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള അനുഗ്രഹവും ദേവി തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ദീപാരാധനയോടുകൂടി സമർപ്പിക്കണം. ഇപ്പം ഒന്നിവിടെ നാളെ ഈ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് നമ്മുടെ പൂജയൊക്കെ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് കഴിച്ച് എല്ലാവരും തയ്യാറായിട്ട് വരിക. സർവത്ര ജഗദംബികായൈ നമഃ.
ശ്രീമഹാദേവ്യൈ നമഃ. ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവാങ്കുരവിവർജിതം തൗതു ഭക്ഷ്യാർത്ഥമത്യന്തം രഥോ ശ്രമപരായണോ ശിശോശ്ചഞ്ജുകുടേ ഭക്ഷ്യം ക്ഷിപന്തോ ച പുനഃ പുനഃ അംഗേന അംഗാനി ബാലസ്യ ഘർഷയന്തോ ധാന്യതോ ചുംബന്തോ ച മുഖം പ്രേണ കലവിംഗോ ശിശോഃ ശുഭം വീക്ഷ്യ പ്രേമാദ്ഭുതം തത്ര ബാലേ ചണ്ഡജയോസ്തദാ വ്യാസചിന്താ ദുരഹകാമം മനസാ സമചിന്തയതേ തിരശ്ചാംബി യൽപ്രേമ പുത്രേ സംവിലക്ഷ്യതേ കിം ചിത്രം കിം മനുഷ്യാണാം സേവാഫലമഭീപ്സതാ കിമേതോ ചടരോ ചാസ്യ വിവാഹം സുഖസാധനം വിരജ്യ സുഖിനോ സ്യാദാം ദൃഷ്ട്വാ വധ്വാമുഖം ശുഭം അഥവാ വാർദ്ധകേ പ്രാപ്തേ പരിചര്യാം കരിഷ്യതി പുത്രഃ പരമധർമ്മിഷ്ഠഃ പുണ്യാർത്ഥം കളവിംഗയോഃ അർജയിത്വാ അഥവാ ദ്രവ്യം പിതരോ ദർപ്പയിഷ്യതി അഥവാ പ്രേതകാര്യാണി കരിഷ്യന്തി യഥാവിധി അഥവാ കിം ഗയാശ്രാദ്ധം ഗതാ സംവിതരിഷ്യതി ഈലോത്സർഗം ച വിധിവത് പ്രകരിഷ്യതി ബാലകഃ സംസാരേ തസ്മാഖ്യാതം സുഖാനാം ഉത്തമം സുഖം പുത്രഗാത്ര പരിഷ്വംഗോ ലാളനം ച വിശേഷതഃ അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗോ നൈവ ച പുത്രാത് അന്യതരം നാസ്തി പുത്രാത് അന്യതരം നാസ്തി പരലോകസ്യ സാധനം മന്വാദിഭിശ്ച മുനിഭിഃ ധർമ്മശാസ്ത്രേഷു ഭാഷിതം പുത്രാൻ സ്വർഗാം അവാപ്നോതി നാപുത്രസ്തു കഥഞ്ചന വിശ്യതേ സമക്ഷം തന്നാനുമാനേന സാധ്യതേ പുത്രവാൻ ഉച്യതേ പാപാത് ആപ്തവാക്യം ച ശാശ്വതം ആതുരോ മൃത്യുകാലേപി ഭൂമിശയ്യാഗതോ നരഃ കരോതി മനസാ ചിന്താ ദുഃഖിത പുത്രവർജിതഃ ധനം മേ കുലം ഗേഹേ പാത്രാണി വിധാനി ച മന്ദിരം സുന്ദരം ചെയ്തൽ കോസ്യ സ്വാമി ഭവിഷ്യതി മൃത്യുകാലേ മനസ്തസ്യ ദുഃഖേന പ്രമദേ യതഃ അതോസ്യ ദുർഗതിർമൂനം ഭ്രാന്തചിത്തസ്യ സർവഥാ ഏവം ബഹുവിധാം ചിന്താം കൃത്വാ സത്യവതി സുധാ വിശ്വാസ്യ ച ബഹുധാ ചോഷ്ണം വിമാനഃ സംബഭൂവഃ വിമനാഃ സംബഭൂവഃ വിചാര്യ മനസാത്യർത്ഥം കൃത്വാ മനസി നിശ്ചയം ജിഗാമ ച തപസ്തപ്തും മേരുപർവതസന്നിധൗ മനസാ ചിന്തയാമാസ കം ദേവം സുഭാസ്മഹേ വരപ്രധാന നിഗുണം വാഞ്ചിതാർത്ഥപ്രദം തഥാ വിഷ്ണും രുദ്രം സുരേന്ദ്രം വാ ബ്രഹ്മാണം വാ ദിവാകരം ഗണേശം കാർത്തികേയം ച പാവകം വാരുണം തഥാ ഏവം ചിന്തയതസ്തസ്യ നാരദോ മുനിസത്തമഃ യദൃച്ഛയാ സമായാതോ വീണാപാണിഃ സമാഹിതഃ തം ദൃഷ്ട്വാ പരമപ്രീതോ വ്യാസ സത്യവതി സുധാ കൃത്വാർഘ്യമാസനം ദത്വാ പപ്രച്ഛ കുശലം മുനിം ശ്രുത്വാ കുശല പ്രശ്നം പപ്രച്ഛ മുനിസത്തമഃ ചിന്താതുരോസി കസ്മാത് ത്വം ദീപായന വദസ്തു മേ വ്യാസ ഉവാച അപുത്രസ്യ ഗതിർനാസ്തി ന സുഖം മാനസേ തഥാ തതത്ഥം ദുഃഖിതശ്ചാഹം ചിന്തയാമി പുനഃ പുനഃ തപസാ ദോഷയാമ്യദ്യ കം ദേവം വാഞ്ചിതാർത്ഥദം ഇതി ചിന്താതുരോസ്മ്യദ്യ ത്വാമഹം ശരണം ഗതഃ സർവജ്ഞോസി മഹർഷേ ത്വം കഥയാശു കൃപാനിധേ കം ദേവം ശരണം യാമി യോ മേ പുത്രം പ്രദാസ്യതി. സൂത ഉവാച ഇതി വ്യാസേന പൃഷ്ടസ്തു നാരദോ വേദവിൻ മുനിഃ ഉവാച പരയാ പ്രീത്യാ കൃഷ്ണം പ്രതി മഹാമനാഃ. നാരദോ ഉവാച പാരാശര്യ മഹാഭാഗായ ത്വം പൃച്ഛസി മാമിഹ തമേവാർത്ഥം പുരാ പൃഷ്ടഃ പിത്രാ മേ മധുസൂദനഃ ധ്യാനസ്ഥം ച ഹരിം ദൃഷ്ട്വാ പിതാ മേ വിസ്മയം ഗതഃ പര്യപൃച്ഛത ദേവേശം ശ്രീനാഥം ജഗദാത്പതി കൗസ്തുഭോൽഭാസിതം ദിവ്യം ശംഖചക്രഗദാധരം പീതാംബരം ചതുർബാഹും ശീവത്സാങ്കിതവക്ഷസം കാരണം സർവലോകാനാം ദേവദേവൻ ജഗദ്ഗുരും വാസുദേവൻ ജഗന്നാഥം തപ്യമാനം മഹത്തമഃ. ബ്രഹ്മോവാച ദേവദേവ ജഗന്നാഥഭൂതഭവ്യ ഭവൽ പ്രഭോ തപശ്ചരസി കസ്മാത് ത്വം കിം ധ്യാസി ജനാർദ്ദന വിസ്മയോയം മമാത്യർത്ഥം ത്വം സർവജഗതാം പ്രഭുഃ ധ്യാനയുക്തോസി ദേവേശ കിഞ്ച ചിത്രമതഃ പരം ത്വന്നാഭികമലാജ്ജാതഃ കർത്താഹം അഖിലസ്യ ച തത്തഃ കോപ്യധികോസ്ത്യത്ര തം ദേവം ബ്രൂഹി മാപദേ.
ജാനാമ്യഹം ജഗന്നാഥ ത്വാം ആദിഃ സർവകാരണം കർത്താ പാലയിതാ ഹർത്താ സമർത്ഥഃ സർവകാര്യകൃത ഇച്ഛയാ ദേ മഹാരാജ യാമി അഹമിദം ജഗത് ഹരഃ സംഹരതേ കാലേ ശോഭിതേ വചനേ സദാ സൂര്യോ ഭ്രമതി ചാകാശേ വായുർവാദി ശുഭാശുഭഃ അഗ്നിഃ തപതി പർജന്യഃ വർഷതി ഈശഃ ത്വദാജ്ഞയാ ത്വം ധ്യായസി കം ദേവം സംശയോയം മഹാത്മ തത്തഃ പരം ന പശ്യാമി ദേവം വൈ ഭുവനത്രയേ കൃപാം കൃത്വാ വദസ്വാദ്യ ഭക്തോസ്മി തവ സുപ്രദ മഹതാം ദൈവ ഗോപ്യം ഹി പ്രായാത് കിഞ്ചിദിതി സ്മൃതിഃ തത്കൃത്വാ വചനം തസ്യ ഹര്യാഹ പ്രജാപതി ശൃണുഷ്വ ഏകമനാ ബ്രഹ്മൻ ശൃണുഷ്വ ഏകമനാ ബ്രഹ്മൻ ത്വാം ബ്രവീമി മനോഗതം യദ്വിധി ത്വാം ശിവം മാം ച സ്ഥിതി സൃഷ്ടി അന്തകാരണം തേ ജാനതി ജനാഃ സർവേ സദേവാസുരമാനുഷാഃ സൃഷ്ടാത്വം പാലകശ്ചാഹം ഹരഃ സംഹാരകാരകഃ കൃത്വാ ശക്തേതി സന്തർക്കഃ ക്രിയത്തെ വേദപാരകൈഃ ജഗൽസഞ്ജനീന ശക്തിസ്ത്വയി തിഷ്ഠതി രാജസി സാത്വികീ മയി രുദ്രേ ച താമസീ പരികീർത്തിത തയാ വിരഹിതസ്ത്വം തൽകർമ്മകരണേ പ്രഭു പ്രത്യക്ഷേ ച പരോക്ഷേ ച ദൃഷ്ടാന്തം ശൃണു സുബ്രത തദധീന വയം സർവേ വർത്താമഃ സതതം വിഭവ പ്രത്യക്ഷേ ച പരോക്ഷേ ച ദൃഷ്ടാന്തം ശൃണു സുബ്രത ശേഷേ സ്വപിമി പര്യങ്കേ പരതന്ത്രോ സംശയ തദധീനഃ സദോത്തിഷ്ഠേ കാലേ കാലവശം ഗതഃ തപശ്ചരാമി സതതം തദധീനോസ്മ്യഹം സദാ കദാചിത് സഹ ലക്ഷ്മ്യാ ച വിഹരാമി യഥാ സുഖം കദാചിത് ദാനവൈഃ സാർദ്ധം സംഗ്രാമം പ്രകരോമ്യഹം ദാരുണം ദേഹദമനം സർവലോക ഭയങ്കര പ്രത്യക്ഷം തവ ധർമ്മജ്ഞ തസ്മിന്നേകാർണവേ പുരാ പഞ്ചവർഷ സഹസ്രാണി ബാഹുയുദ്ധം മയാ കൃതം തവ കർണമലജോ ദൃഷ്ടോ ദാനവോ മദഗർവിതോ ദേവ്യാ പ്രസാദേന നിഹതോ മധുകേടഭോ തദാ ത്വയാ ന കിം ജ്ഞാതം കാരണം തു പരാൽപരം ശക്തിരൂപം മഹാഭാഗ കിം പൃച്ഛസി പുനഃ പുനഃ യദിച്ഛാഃ പുരുഷോ ഭൂത്വാ വിചരാമി മഹാർണവേ കച്ഛവഃ ഓലസിംഹശ്ച വാമനശ്ച യുഗേ യുഗേ ന കസ്യാപി പ്രിയോ ലോകേ തിര്യയോനിഷു സംഭവഃ നാഭവം സ്വേച്ഛയാ വാമവരാഹാദിഷു യോനിഷു വികായ ലക്ഷ്മ്യാ സഹ സംവിഹാരം കോയാതി മസ്യാദിഷു ഹീനയോനിഷു ശയ്യാം ച മുക്ത്വാ ഗരുഡാസനസ്ഥഃ കരോമി യുദ്ധം വിപുലം സ്വതന്ത്രഃ പുരാ പുരസ്തേജ ശിരോമദീയം ഗതം ധനുജ്യാസ്ഖലനാത് ക്വചാപി ത്വയാ തഥാ വാജി ശിരോ ഗൃഹീത്വാ സംയോജിതം ശില്പിവരേണ ഭൂയഃ ഹയാനനോഹം പരികീർത്തിതശ്ച പ്രത്യക്ഷമേതത്വലോകകർത്തഃ വിഡംബനേയം കിൽ ലോകമധ്യേ കഥം ഭവേത് ആത്മപരോ യദി സ്യാത് തസ്മാന്നാഹം സ്വതന്ത്രോസ്മി ശക്ത്യധീനോസ്തി സർവദാ താമേവ ശക്തിം സതതം ധ്യായാമി ച നിരന്തരം നാദഃ പരതരം കിഞ്ചിൽ ജാനാമി കമലോദ്ഭവ ഇത്യുക്തം വിഷ്ണുനാ തേന പത്മയോനേഃ തു സന്നിധൗ നാരദ ഉവാച തേന ചാപ്യഹമുക്തോസ്മി തദൈവ മുനിപുംഗവഃ തസ്മാത് ത്വം വികല്യാണ പുരുഷാർത്ഥാപ്തിഹേതവേ അസംശയം ഹൃദം ഭോജേ ഭജ ദേവീ പദാംബുജം സർവം ദാസ്യതി സാ ദേവി യദ്യദിഷ്ടം ഭവേത്തവ സൂത ഉവാച നാരദേനേവ മുക്തസ്തു വ്യാസാ സത്യവതീ സുതഃ ദേവീ പാദാബ്ജ നിഷ്ണാദഃ തപസേ പ്രയോഗിരോ ഇതി ശ്രീ ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ചതുർത്ഥോധ്യായ ശ്രീ മഹാദേവ്യൈ ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ അപ്പൊ മേരുപർവ്വതത്തില് ദേവിയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു വേദവ്യാസൻ. അപ്പൊ വേദവ്യാസൻ എങ്ങനെ ശുഭബ്രഹ്മർഷി പുത്രനായിട്ടുണ്ടായത്, വേദവ്യാസൻ പുത്രൻ ശുഭബ്രഹ്മർഷി എങ്ങനെ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പോഴാണ് ഇടയിൽ കിടന്നിട്ട് ശൗനകാദികൾ ചോദിച്ചു, അല്ല അങ്ങ് ഇതിനു മുമ്പ് പറഞ്ഞില്ലേ ഹയഗ്രീവൻ ഭഗവാൻ ഹയഗ്രീവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താ കഥ അത് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ അതാ പറഞ്ഞു. ഇനി ഇങ്ങനെ ഇതാ ദേവീഭാഗവത്തിലൊക്കെ ചോദിച്ചതിന് മറുപടിയായിട്ട് പിന്നെ പറഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടേക്ക് തിരിച്ചു വരും ഈ കഥകൾ തുടങ്ങുക. അപ്പൊ അടുത്ത അധ്യായത്തിൽ ഇപ്പൊ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഹയഗ്രീവന്റെ കഥയാണ് പറയാം. അടുത്ത അധ്യായത്തിൽ പണ്ടൊരിക്കലും വിഷ്ണു ഭഗവാൻ അനവധി കാലം യുദ്ധം ചെയ്തു അത്ര അസുരന്മാരോട്.
ആ യുദ്ധം ചെയ്തിട്ട് വല്ലാണ്ട് ക്ഷീണിച്ചു എന്നാണ്. അങ്ങനെ ക്ഷീണിച്ച് അവരെയൊക്കെ തോൽപ്പിച്ചു. യുദ്ധക്കളത്തിൽ തന്നെ അവിടെ ഇരുന്നിട്ട് വില്ല് വെച്ചിട്ട് ആ വില്ലുമ്പിൽ താടിയും വെച്ച് അവിടെ ഇരുന്ന് ഉറങ്ങുക. ഉറക്കം വന്നു. ഒന്ന് ക്ഷീണിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഉറക്കം തോന്നുമ്പോഴാണ് ലോകത്ത് മുഴുവൻ അനർത്ഥങ്ങളായി. സ്ഥിതി നടക്കണ്ടേ? ബ്രഹ്മാവ് ആ കൂടി പരിഭ്രമിച്ചു. ദേവന്മാരൊക്കെ കൂടി എവിടെ വിഷ്ണു എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആ യുദ്ധക്കളത്തിൽ പാവം ഇരുന്ന് ഉറങ്ങുന്നു. എന്നാൽ ഇനി എന്താ ചെയ്യേണ്ട? അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഉറങ്ങുക. ഇനിയിപ്പോൾ എന്താ ഈ വിളിച്ചാൽ പറ്റില്ല. അപ്പോൾ ഒക്കെ പ്രമാണമൊക്കെ പറയുന്നു ഉറക്കം ഉണർത്താൻ പാടില്ല എന്നാണ്. ഉറക്കത്തുനിന്ന് ഒരാളെ ഉണർത്തുക എന്ന് പറയുന്നത് വലിയ ബ്രഹ്മഹത്യാപാപമാണ്. ആരായാലും ഉണർത്താൻ പാടില്ല. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് സുഷുപ്തി അവസ്ഥ ഭഗവാൻ തരണതാ. അപ്പൊ ഒരാളെയും ഉറക്കത്തിന് ഉണർത്താൻ പാടില്ല എന്നാണ് നിയമം. പറയണു 20ാമത്തെ ശ്ലോകത്തിൽ പ്രമാണം അടുത്ത അധ്യായത്തിൽ. ഉറക്കം എന്ന് പറയുന്നത് വലിയ വരദാനാണ്. അപ്പൊ കുട്ടികളെ അവർ തന്നെ ഉണരുന്ന സമയത്ത് അതിനനുസരിച്ച് കിടത്തി ഉറക്കം കൊടുത്താൽ പ്രാധാന്യം. ഇപ്പൊ വിളിച്ചുണർത്തണേനെ നമുക്ക് പ്രാധാന്യമുള്ളൂ. എപ്പോഴാച്ചാ കിടന്നോട്ടെ, നമ്മൾ വിളിക്കണോ ഒക്കെ നമുക്കറിയാം. അത് നേരെ തെറ്റാ. അപ്പോൾ അവര് രാവിലെ 5 മണിക്ക് നീക്കണോ, അവർക്ക് എപ്പോൾ കിടന്നുറങ്ങണം നമ്മൾ തീരുമാനിക്കണം. അപ്പം കിടത്തി ഉറക്കണം. അതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, ഉണർത്താൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ കഥാവിഘ്നം ഉണ്ടാവരുത്. ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദേവിയുടെ കഥ വെച്ചാൽ അതിനൊരിക്കലും വിഘ്നം ഉണ്ടാക്കരുത്. എന്തെങ്കിലും ശ്രദ്ധ അങ്ങോട്ട് അവൾക്ക് അവിടെ നിന്ന് പൊട്ടിക്കാൻ പാടില്ല. പൊട്ടിച്ച ആൾക്ക് ബ്രഹ്മഹത്യാപാപമാണ്. അപ്പം ആ കഥാശ്രവണം എന്ന് പറയുന്നതിന് അത്ര പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ആ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ ദമ്പതി സ്വൈര വികാരത്തിന് തടസ്സം ഒരാൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് അതിലേറെ ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുന്നതാണ്. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിൽ വേർപെടുത്തുക, അത് പഞ്ചവർഷാണി എന്നാണ് കേട്ടോ. 5 വർഷക്കാലം അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട് അമ്മയ്ക്ക് 90 വയസ്സായി, മകന് 60. അവരെ തമ്മിൽ വേർപെടുത്താൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. 5 വയസ്സിനുള്ളിലുള്ള അമ്മയും കുഞ്ഞും ഒന്നിച്ചിരിക്കണം. അത് മനുസ്മൃതിയിലുണ്ട്. പഞ്ചവർഷാണി രാജവൽ ദശവർഷാണി ദാസവൽ ഷോഡശേ സമനുപ്രാപ്തേ പുത്രം മിത്രവദാചരയിൽ എന്ന മനുസ്മൃതിയിൽ അതെന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. 5 വയസ്സ് വരെ അമ്മയും കുഞ്ഞും കൂടി വേറെ ഇരിക്കാൻ പാടില്ല. ആ കുട്ടികൾ ഇന്നിപ്പോൾ എന്തായി, കുറച്ചാണ് മാസം 2 മാസം 3 മാസമായി കൃഷ്ണൻ പറഞ്ഞേക്ക്. ഇതൊക്കെ വലിയ അനർത്ഥങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാവുക. ശാസ്ത്രങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരിക്കലും ഈ 4 എണ്ണം ചെയ്യാൻ പാടില്ല. ഇവിടെ പ്രമാണം പറയാതിൻ്റെ ഇടയിൽ വിഷ്ണുവിനെ ഉണർത്താൻ പറ്റില്ല. അപ്പോൾ വിഷ്ണു ഇരുന്ന് വലിയമ്പിൽ ഇരുന്ന് ഉറങ്ങുക. അപ്പോൾ ഉണർത്താൻ പാടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അദ്ദേഹം ഉണർന്നാലേ നമ്മുടെ കാര്യം നേരെയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഉണരുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവിനാണ് വല്ലാണ്ട് രജോഗുണ പ്രധാനിയല്ലേ, അദ്ദേഹത്തിന് കാര്യം വേഗം അദ്ദേഹം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നേരെ നടക്കാഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം സൂത്രം പ്രയോഗിച്ചു. ചെതലിനെയാണ് സൃഷ്ടിച്ചു എന്നാണ്. ചെതലിനോട് പറഞ്ഞു അവിടെ പോയിട്ട് ആ ഞാണത് കടിച്ചു വിളിച്ചാൽ ആ ഞാണ് ആ ബില്ലിൻ്റെ ഞാനുണ്ടാവുമല്ലോ അതിങ്ങനെ വലിച്ചു വെച്ചിട്ടാണ് അതിലാണ് കിടന്നുറങ്ങിയത്. ഞാനിങ്ങനെ വലിച്ച് ബില്ലിങ്ങനെ വളച്ചു വെച്ചിട്ടാണ് അതിൽ ഇരുന്ന് ഉറങ്ങണത്. അപ്പോൾ ആ ഞാണാണ് നോക്കിയ പോയിട്ട് ചെതലിനോട് പറഞ്ഞു അത് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു ചെതൽ. കാരണം അതിൻ്റെ പാപം ഞാൻ അനുഭവിക്കണ്ടേ? വേണ്ട, ഞാൻ ഈ ലോകത്തുള്ളവരുടെയൊക്കെ സ്വാർത്ഥത ഞാൻ തിന്ന് ജീവിച്ചോളാം. അങ്ങ് ഈ പാപം എൻ്റെ അടുത്തേക്ക് വെക്കേണ്ടതാണ്. അപ്പം പിന്നാലെ കൂടി ബ്രഹ്മാവ് അതല്ലേ അതല്ല നീ പറയുന്നത് കേൾക്ക, ഞാൻ കാര്യം നിനക്ക് തരാം. ഈ ലോകത്ത് ഇനി അനവധി ആൾക്കാർ ഹവിസ് ഭഗവാന് സമർപ്പിക്കും, ഈ ഹോമങ്ങളൊക്കെ. അപ്പം ആ ഹോമത്തിൽ ഏറ്റവും പരിശുദ്ധമായ ഹവിസ് നെയ്യ് അതാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഹോമിക്കുമ്പോൾ ഇടയിലൊക്കെ ഒറ്റും. അതുപോലെ ഹോമിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമ്പാദം നമുക്ക് മാറ്റി വയ്ക്കും. അതാണ് നമുക്ക് ബാക്കി പ്രസാദമായിട്ടിരിക്കുക. അതിൻ്റെ ഇടയിലും ഒറ്റും. അപ്പം ഇങ്ങനെ ഒറ്റണതൊക്കെ പിന്നെ ചിലപ്പോൾ പോകുമ്പോൾ ഇതെന്ന മമ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒറ്റും. ഇങ്ങനെ ആ ഹോമകുണ്ടത്തിൻ്റെ പുറത്ത് പോണതൊക്കെ നിനക്കാണ് അവകാശം. ആ ഹവിസ് പരമശുദ്ധമായ ഹവിസ് മന്ത്രം ജപിച്ചിട്ട് സമർപ്പിക്കുന്നത് ഇടയിൽ പോയത് ഒക്കെ നിനക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പം ചെറുതിലിങ്ങനെ ആലോചിച്ചു അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് എന്നാൽ അത് എനിക്കല്ലേ വേറെ ആർക്കും കൊടുക്കില്ലല്ലോ, നിനക്കുള്ള അവകാശപ്പെട്ടതാണ്. നീ അത് നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ച് കൊടുത്തു അത്രയും നിനക്ക് അവകാശം. അപ്പോൾ എന്നാൽ ഞാൻ ആവാന്ന് പറഞ്ഞതാണ്. കണ്ടില്ലേ, സ്വാർത്ഥ കുശല എന്നാണ്. എല്ലാവരും അവനവൻ്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഒക്കെ ചെയ്യാം. അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കണത്.
എന്നുള്ള പ്രമാണ ശ്ലോകങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇതിൽ പറയുന്നത്. ഒക്കെ ചുരുക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. ഒക്കെ ഓരോന്നും വായിച്ച് മനസ്സിലാവുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എത്ര എത്ര കാര്യങ്ങളാണ് പഠിപ്പിക്കണമെന്ന് അറിയുമോ ഓരോ അധ്യായത്തിലും. അങ്ങനെ ഈ ചെതൽ സമ്മതിച്ചു, പോയി കടിച്ചു പൊട്ടിച്ചു. പൊട്ടിച്ചു എന്താ ഈ ആ വില്ലാണ്ട് തോന്നുന്നതോടുകൂടി ഭഗവാൻ താടിയേറ്റിൽ വെച്ചിരിക്കണം. ഭഗവാന്റെ ശിരസ് മുറിഞ്ഞാ പോയി എന്നാണ്. ലോകത്ത് അതിഭയങ്കരമായിട്ടൊരു ശബ്ദം, ലോകം മുഴുവൻ കിട്ടുകിട്ടേനെ പറിച്ചു. പർവ്വതങ്ങളൊക്കെ ഉരുണ്ട് പന്ത് ഉരുളണ പോലെ പർവ്വതങ്ങൾ ഉരുണ്ടത്. സമുദ്രമൊക്കെ ഇങ്ങനെ കര കയറി. ഇപ്പൊ സമുദ്രവും കരയും തമ്മിൽ അറിയാത്ത മട്ടായി. എവിടെ സമുദ്രം ഇങ്ങനെ ഒഴുക്കാണ്. സമുദ്രങ്ങൾ മുഴുവൻ കര കയറി. ആകെ സുനാമി എന്ന് പറഞ്ഞാൽ സുനാമി ഉള്ളൂ ലോകത്ത്. അത്ര ഭീകരായി എന്നാണ്. അങ്ങനെ വിഷ്ണുവിന്റെ അപ്പളേക്കും ബ്രഹ്മാവും ദേവന്മാരൊക്കെ ആകെ ആന്തം വിട്ടു. ഇതിപ്പോ ഉണരണം തന്നെ നിരീച്ചുള്ളൂ. ശിരസ് തന്നെയാണ് പോയി. ഇനിയിപ്പോ ആ ലക്ഷ്മി വന്നാൽ ലക്ഷ്മിയോട് ഞങ്ങൾ എന്താ പറയുക? ഇനിയിപ്പോ വിഷ്ണുവിനെ ജീവിപ്പിക്കാൻ എന്താ ചെയ്യുക? ഇതിപ്പോ ഉണർത്തേണ്ടായിരുന്നില്ല എന്നായി. അവര് ആകെ ബുദ്ധിമുട്ടിയെന്നാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് അവര് ഇനി ദേവിയെ തന്നെ ഭജിക്കുക എന്ന് പറഞ്ഞ് ദേവിയെ ഭജിച്ചു. അവര് അമ്മേന്ന് പറഞ്ഞ് വിളിച്ചു, ഉറക്കം വിളിച്ചു എന്നാണ്. അപ്പൊ ദേവി അശരീരി വാക്കോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതെ, നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. പണ്ടേ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഇരിക്കാറുന്നു. ഈ അശരീരി പറയുക, ദേവി പറയുക, വൈകുണ്ഠത്തിൽ ഇങ്ങനെ ലക്ഷ്മി ദേവി ഇരിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കേണ്ടത് ലക്ഷ്മി ദേവിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് തോന്നി, ഇത് എന്താ ഇത് ആ ചിരി തന്നെ കളിയാക്കി ചിരിക്കണതാ തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ഭാര്യയും കൂടി ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്തോ അവൾക്ക് സൗന്ദര്യം തോന്നിയിട്ട് എനിക്ക് അത്ര സൗന്ദര്യം ഇല്ല വിചാരിച്ച് എന്തോ ഒരു കളിയാക്കി ചിരിക്കുക. അങ്ങയുടെ തല പോട്ടെ എന്നാണ് ശപിച്ചു ആ ലക്ഷ്മി ദേവി. അപ്പോൾ ഇങ്ങനെയാണ് സപത്നി ദുഃഖം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം എന്നൊക്കെ പറയും. അവർക്ക് അടുത്ത അധ്യായത്തിൽ അതിൻ്റെ പ്രമാണങ്ങളൊക്കെ ചിലത് പറയും. അങ്ങനെ ലക്ഷ്മി ദേവി വിഷ്ണുവിനെ ശപിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ശിരസ് പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അപ്പം അത് സാധിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ശിരസ് കളഞ്ഞത്. ഇനി അതുമല്ല, വേറെ ഒന്നുകൂടിയുണ്ട്. പണ്ട് ഹയഗ്രീവൻ എന്നൊരു അസുരൻ എന്നെ തപസ് ചെയ്തു. ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അത് മായാബീജം ജപിച്ചുകൊണ്ടാണ് അയാൾ തപസ് ചെയ്തത്. അതിന് ഞാൻ സന്തോഷിച്ച് അവിടെ എത്തിയപ്പോൾ ഞാൻ അയാളൊക്കെ എന്താ വേണ്ടത്, എനിക്ക് മരണം പാടില്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല, മരണം ഇല്ലാണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഹയഗ്രീവൻ മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ. അയാൾ മാത്രമേ ഹയഗ്രീവനായിട്ട് ജനിച്ചിട്ടുള്ളൂ. അതൊരു കഥയാണ്. എന്തായാലും ഹയഗ്രീവൻ മാത്രമേ പാടുള്ളൂ. എന്നാൽ ശരി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഈ വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിക്കണം ഈ ഹയഗ്രീവൻ ആകെ തോന്നിയത് കാട്ടി നടക്കുക. അപ്പോൾ ഈ ശിരസ്സറ്റിട്ടുള്ള വിഷ്ണുവിന്റെ ശരീരത്തിൽ ഒരു കുതിരയുടെ ശരീരം കൊടുത്തു വെച്ച് ജീവിപ്പിച്ചോളൂ. വിശ്വകർമാവിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം ജീവിപ്പിച്ചോളൂ. അങ്ങനെ വിഷ്ണു ഹയഗ്രീവനെ കൊല്ലും. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ശാപം സഫലായി തീർന്നു. അതുപോലെ തന്നെ ഹയഗ്രീവനെ കൊല്ലാനുള്ള വഴി റെഡിയായി. അപ്പൊ ഹയഗ്രീവനെ കൊണ്ട് തന്നെ ഹയഗ്രീവനെ കൊല്ലാം.